രാവിലെ തന്നെ മോനെ മദ്രസയ്ക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. മദ്രസയിൽ വണ്ടിയിലാണ് പോവാറ്. അതാ നേരെ ആ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, മാലൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. നബിദിനത്തിൻ്റെ മുന്നോടിയായിട്ട് കെട്ടിയതാണ് കേട്ടോ. ഒന്നാണ് കേട്ടോ നമ്മളവിടുത്തെ നബിദിനം. അങ്ങനെ അവിടെ മോനെ പറഞ്ഞയച്ച് വന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കി ചായയുടെ ബാക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ദോശയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പണികളൊക്കെ വേഗം കഴിക്കുകയാണ് കേട്ടോ. താത്തയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ചൂടുകയാണ്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു ദോശയ്ക്ക്. അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. മീൻകറി തന്നെയാണ് ദോശയ്ക്ക് എടുക്കുന്നത്. നാത്തൂനില്ല കേട്ടോ വീട്ടിൽ. നാത്തൂന് ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അവർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഉമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ താത്ത നബിദിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവൾ വേറെ പണികൾ ചെയ്യുന്നുണ്ട്, ഞാനങ്ങനെ അടുപ്പത്തെ പണികൾ ഓരോന്നേ ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറിന് അരിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ അടിക്കാനിരുന്നു കേട്ടോ. അതവിടെ തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായ അടിച്ചിട്ടാവാം അടുത്ത പണികളെന്ന് വെച്ചിട്ട് കേട്ടോ. റാലി വരുമ്പോഴത്തേക്ക് വേഗമൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിൽ വേഗം ചെയ്യാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ പണികളൊക്കെ അവിടെ കിടക്കും. അങ്ങനെ ഇപ്പോഴൊന്നും മഴയില്ല കേട്ടോ. പക്ഷെ റാലി വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നേ. അങ്ങനെ താത്താൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും മോൾ എണീറ്റുണ്ടായിരുന്നു. മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് റാലി വരുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി മുറ്റത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ട് പെയ്തു കേട്ടോ. പിന്നെ ആകെ ഒരുമാതിരിയായി. അതായത് റാലി വരുന്ന ആ ഒരു ഇതങ്ങോട്ട് പോയി മഴ കാരണം കേട്ടോ. കുട്ടികൾക്കൊന്നും കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളവിടെ ഒന്നും കളിച്ചില്ല കേട്ടോ. മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. മോൾക്ക് കിട്ടിയിട്ടൊരു മിഠായി. കുറേ മിഠായികളുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് കൈ കൊടുക്കാൻ പറ്റുന്ന അതാണ് ഞാൻ അവളെ കൊണ്ട് തന്നെ മേടിപ്പിച്ചു. അങ്ങനെ പിന്നെ പൊട്ടിച്ചു കൊടുത്തൊന്നുമില്ല കേട്ടോ. ആകെ ഡ്രസ്സിലൊക്കെ ആക്കും വിചാരിച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ റാലി വരവും പോക്കും കഴിഞ്ഞു കേട്ടോ. കളിയൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇങ്ങനെ കണ്ട് കുട്ടികൾ ഇങ്ങനെ പോക്കും വരവൊക്കെ കണ്ട് നിന്നു. അത്ര തന്നെ ഉള്ളൂ. വിചാരിച്ച പോലെ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് മിഠായിയൊക്കെ കിട്ടിയിട്ടോ കുറച്ച്. ഇന്ന് പള്ളിക്കന്ന് എല്ലാവരും അവിടെ ഉണ്ടാവില്ലേ, ചോറ് കിട്ടാറില്ലേ, നബിദിന ചോറ്. ഇത് ഞങ്ങളവിടെ നിന്ന് കിട്ടിയത് മന്തിയാണ് കേട്ടോ. ഞങ്ങളവിടെ മന്തിയായിരുന്നേ. ഞാൻ അതൊക്കെ കഴിച്ചു. വൈകുന്നേരമായപ്പോൾ താത്ത കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്തയും കുട്ടികളും പോയി. അവർ ബസ്സിനാണ് പോയത്. അങ്ങനെ പിന്നെ മോളെ വഴി കൂടെ പോകാമെന്ന് വിളിച്ചപ്പോൾ അവർ കുറച്ചങ്ങോട്ട് അവരെ കൂടെ അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. അവർ പോയതിൻ്റെ ശേഷം ഞാനും ഉമ്മ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ ഉമ്മറത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പോയ സങ്കടത്തിൽ. പിന്നെ ഒറ്റക്കായി ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മോളുണ്ടോ ബോറടിക്കാൻ പോലും സമ്മതിക്കുക. അവളിങ്ങനെ ഓരോ കുസൃതി ഓരോ വികൃതിയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു വടി കിട്ടിയിട്ടുണ്ട് കയ്യിൽ കേട്ടോ. അതായിട്ട് എല്ലാവരെയും അടിക്കാൻ വരിക ഒക്കെ ആയിരുന്നേ. ഉമ്മാനൊക്കെ അടിക്കാൻ ചെല്ലുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ മോൻ എൻ്റെ മടിയിലൊന്ന് വന്നിരുന്നതിനുള്ള കരച്ചിലാണ് കേട്ടോ. അത് അവനിക്ക് എൻ്റെ അടുത്ത് വരാനോ ഇരിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇവിടെ തുടങ്ങും ഇങ്ങനെ ഓരോ കുശുമ്പ് കാണിക്കലിട്ടാ. അപ്പോൾ അങ്ങനെ കുറേ അവളുടെ ആ ഒരു ഇതും കണ്ട് അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. ഓക്കെ, ബായ്.